ാണ് എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? എക്സ് കല്യാണം കഴിക്കും, നീ ബിരിയാണി കഴിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാ? അഷ്കടെക്. ഓക്കെ, എന്തുകൊണ്ടാണ്? റീസൺ എന്താണ് ഇഷ്ടപ്പെടാനുള്ള കാരണം? പുള്ളി കാരണം വീഡിയോ ഒക്കെ നല്ല രസമാണ് കാണാൻ. മുത്ത നിനക്ക് ഞാൻ ഒരു സിക്കപ്പ് വേണ്ടി. കുറച്ചുകൂടി സെലിബ്രിറ്റി ആയി. ബുദ്ധിയൊക്കെ വെച്ചു. എങ്ങനെ ബുദ്ധി വെച്ചെന്ന് എങ്ങനെ മനസ്സിലാക്കിയേ? ബുദ്ധി ഇല്ലാത്തവരെ കാണുമ്പോ നമുക്ക് മനസ്സിലാവല്ലോ. കഴിഞ്ഞ ഇന്റർവ്യൂ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ശേഷം ഇപ്പൊ ബമ്പർശ്ശേരി ഹിറ്റാണ്, തൊടുന്നത് എല്ലാം ഹിറ്റാണ്. ഇവിടെ ഭയങ്കര ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നു. എന്താ അങ്ങനെ? AC അല്ലേ കൂളായിട്ടിരിക്കാൻ. എല്ലാരും കൊറിയ കാര്യല്ലേ ഇഷ്ടം? ഇല്ല, എനിക്ക് കുറച്ച് ചുരുളമുടി 90s-ന്റെ കാര്യമല്ല പറഞ്ഞേ. എല്ലാരും പറയാം എന്റെ നോട്ടം ഭയങ്കര പവർഫുൾ ആണ്. എന്താ കണ്ണാസുഖമല്ലോ. എന്നാലും എങ്ങനെ സ്പോർട്ടിൽ സാധനം പറയുന്നത്? നമ്മള് ഭംഗിയുള്ളവരെ അടുത്തിരിക്കുമ്പോ വരുമല്ലോ. പാടണം. ആ ചേട്ടന് നല്ല ഭംഗിയുണ്ട്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് സെലിബ്രിറ്റി ആയതിനു ശേഷമുള്ള ക്രിസ്മസ്? ഞാൻ മാറിയെന്ന് വെച്ചാൽ ക്രിസ്മസ് മാറത്തില്ലല്ലോ. എന്താ ഞാനോ സ്പൈഡർമാൻ? സ്പൈഡർമാൻ അവിലൊന്നും വായി വെക്കാൻ കൊള്ളത്തില്ലല്ലോ. തന്റെ വേറെ എവിടെയെങ്കിലും കൊണ്ട് വെക്ക്. क्या मेरा बीवी है, कुछ पूछ रहा हूँ आपको. हाँ बोलो. പെൺകുട്ടീനെ 2 ആൺകുട്ടികൾ ലൈൻ ഇടാൻ വേണ്ടി ശ്രമിക്കാം, അത് പാടില്ല. എന്റെ കൂട്ടുകാരന്റെ പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങളാണ്. ഞാൻ അപ്പോഴും എന്ത് വേണം, ഇത് നൈസായിട്ട് മാറ്റിട്ട് ക്ലാസ്സിലെ പുതിയ പെൺകുട്ടി വരുമ്പോൾ അവൾ നോക്കണം. അതാണ് ഇത് മാത്തമാറ്റിക്സ് ആണോ റൊമാൻറ്റിക്സ് ആണോ? നീ ആ വരുന്നവനെ കണ്ട ഫുള്ള് ബ്രാൻഡഡ് ഐറ്റംസ് ആണ് എന്ന് പറഞ്ഞാൽ ഫുള്ള്. പക്ഷെ കമ്പനിക്ക് പോലും അറിയത്തില്ല ഇവിടുന്ന് എന്തിനാണ്. നൈക്കിന് നോക്ക്, നോക്കിന് നീക്ക്, പ്യൂമയ്ക്ക് പാമ. അഡിഡാസ് ഒരു ദിവസം ക്ലിയർ ആയിട്ട് ഇട്ടോണ്ട് വന്നു, പക്ഷെ അതിന്റെ എംബ്ലോ ഇല്ലേ, അതില്ല. ബൂമർ മാത്രം മതി. അരിയുണ്ടാ? ഓ ചേട്ടന്റെ അരിയുണ്ട വേണ്ട, പഴക്കമുള്ളതാ. ടീച്ചറിന്റെ മകൻ ബിലാല് വന്നിട്ടുണ്ടെന്ന് പറയണം. ജീവിതത്തിൽ ഒറ്റപ്പെടൽ തോന്നുന്ന സമയത്ത്, നിങ്ങളുടെ കൂടെ ആരും ഇല്ലാന്ന് തോന്നുന്ന സമയത്ത്, എല്ലാവരും നിങ്ങളെ തള്ളി പറയുന്നു, നിങ്ങളെ കൊണ്ട് ആർക്കും ഒരു ഉപയോഗം ഇല്ലെന്ന് പറയുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും റൂമിൽ കയറിയിട്ട് കഥ അടച്ചിട്ട് ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ട് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കണം. ആ ചിന്തിച്ചിരിക്കുന്ന അത്ര നിമിഷമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് കറണ്ട് ബില്ലെങ്കിലും ലാഭം ഉണ്ടാക്കി കൊടുക്കും. എടി വഞ്ചകി കള്ളി, നീ എന്നെ ചതിച്ചല്ലേ? ഇറങ്ങി വാടി ഇങ്ങോട്ട്. ഒരു പേർച്ചക്കാരൻ മണകുണാഞ്ച വന്നപ്പോ നിനക്കെന്നെ വേണ്ടല്ലേ? നിനക്ക് വേണ്ടി താടിയും മുടിയും വളർത്തിയ ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ കഞ്ചാവായി. ഇതാണല്ലേ പേർഷ്യ മുതലേ? അതെ ഞാൻ തന്നെ. അവന്റെ മുടി കണ്ടാലേ അറിയാം ഏതോ ചപ്രാച്ചി വിൽക്കാണെന്ന്. ആര് പറഞ്ഞത് ചപ്രാച്ചി വിൽക്കാണെന്ന്? നീ മിണ്ടാതിരി. ഇത് വെസ്റ്റേൺ ഗെറ്റിന്റെ നല്ല ഒന്നാന്തര ഫസ്റ്റ് ക്വാളിറ്റി വിൽക്കാണ്. ഞാനല്ലേ വാങ്ങിച്ചു കൊടുത്തത്. ആ വിൽക്കായിരുന്ന ഇതാണ് പറയുന്നത് കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന്. നീ ഒരു സത്യം പറയട്ടാ, ഇത് വെപ്പായിരുന്നു. ഇതെന്തൊരു വിഗിന്റെ ആഡീസില്ല. ഞാനിപ്പോൾ ഈ ലൈവ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു പിക്ക് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ കുട്ടായുടെ മിസ്സിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ലൈവ് വന്നത്. അല്ലെ നിങ്ങൾക്ക് ഋതുൽകുമാർ KV ചേട്ടാ ഒരു ഹായ് തരാമോ? എൻ്റെ പൊന്നി ഋതുൽകുമാരെ, ഞാനിപ്പോൾ ഒരു ഹായ് തരാൻ പറ്റിയ സിറ്റുവേഷനിലല്ല. ഞാൻ കുറച്ച് ഡാർക്ക് അടിച്ചിരിക്കുക. ഇതൊക്കെ ഒന്ന് മാറിയിട്ട് നിനക്ക് 2-3 പാക്കറ്റ് ഹായ് നിനക്ക് ഞാൻ എക്സ്പോർട്ട് ചെയ്ത് തരാം. അഞ്ജന മോഹൻ ഹായ്.